ഇന്ന് നമ്മൾ പോകുന്നത് സഹനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കഥ പറയുന്ന ഒരു പെണ്ണിൻ്റെ ജീവിതയാത്രയിലേക്കാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇഷ്ടത്തോടെ തനിച്ച് ഈ കൃഷി എന്ന ഫീൽഡിലേക്ക് കടന്നു വന്ന ഒരു പെണ്ണിൻ്റെ കഥ. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ഒക്കൽ എന്ന പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഒരു വീട്ടമ്മ കഴിഞ്ഞ 3 വർഷമായി കൃഷി ചെയ്തു വരുന്നു. നിങ്ങൾ ഈ കാണുന്നതെല്ലാം തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അതാണ് അൻസു എന്ന വീട്ടമ്മ. തൻ്റെ സഹായത്തിനായി MKSP എന്ന ഫെഡറേഷൻ ഒരു കൈത്താങ്ങായി എപ്പോഴും കൂടെയുണ്ട്. BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടും കൃഷിയോടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തു. മഴ കടുത്തപ്പോഴും നഷ്ടങ്ങൾ സംഭവിച്ചു എങ്കിലും അടിപതറാതെ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ കർഷകർ. താൻ 1 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് ഈ കൃഷി തുടങ്ങിയത്. കുറഞ്ഞ സ്ഥലപരിമിതിയിൽ തന്നെ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അൻസു. വെയിലും മഴയും വകവയ്ക്കാതെ മണ്ണിൽ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. ഇങ്ങനെയുള്ള സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്. തൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഈ കാണുന്നതെല്ലാം. ഇങ്ങനെ കഷ്ടപ്പെടുന്ന അൻസുവിനെ പോലുള്ളവരെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. സ്വന്തം കൃഷിയിടമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കൃഷിയിടം കാണിച്ച് അവാർഡ് വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ളവരെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. ഒരു പെണ്ണിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുത്ത വ്യക്തിയാണ് അൻസു. കഴിഞ്ഞ 3 വർഷമായി കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും യാതൊരു അംഗീകാരവും ലഭിച്ചിട്ടില്ല. എങ്കിലും ഈ കാർഷിക രംഗത്ത് താൻ സന്തോഷവതിയാണ്. അപ്പോൾ ഈ കർഷകരുടെ കൃഷിയിടം ഒന്ന് കണ്ടിട്ട് വന്നാലോ? മറ്റ് വിളകൾ പോലെ പാവൽ കൃഷിയിലും വിജയിക്കുവാൻ തനിക്ക് സാധിച്ചു. എല്ലാ കൃഷികളും ജൈവരീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന വീട്ടമ്മമാരെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. കഷ്ടപ്പാടിൻ്റെ ഫലം അവർക്ക് തന്നെ ലഭിക്കുകയല്ലേ വേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. ഈ പച്ചക്കറികളുടെ വിത്തെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MKSP എന്ന ഫെഡറേഷനാണ് സ്പോൺസർ ചെയ്യുന്നത്. മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണൊരിക്കലും നമ്മളെ ചതിക്കില്ല എന്ന് പറയുന്ന അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന വ്യക്തികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്യാതെ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്.
പാലപ്പയറൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നല്ല. എങ്കിലും എത്ര വിജയകരമായിട്ടാണ് ഈ വീട്ടമ്മ അത് ചെയ്തിരിക്കുന്നത്. ഇനിയും ഒരുപാട് കൃഷികൾ താൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ രണ്ടാം ഭാഗവും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കൃഷിയെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഇത് കാണുക. റാഡിഷ് കൃഷിയിലും നല്ല വിളവെടുക്കുവാൻ ഈ കർഷകയ്ക്ക് സാധിച്ചു. വീണ്ടും 100 മേനി വിളവെടുക്കുവാൻ അൻസുവിന് സാധിക്കട്ടെ. ഇനിയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയും നല്ല കൃഷി ചെയ്യുന്ന ഈ വീട്ടമ്മയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്.